എന്തോ വേഗം മാടി. അരി അടുപ്പത്ത് തിളയ്ക്കുന്നു, കറിക്ക് അരിഞ്ഞു തീർന്നിട്ടില്ല. അതവിടെ കിടക്കട്ടെ. നീ അങ്ങോട്ട് നോക്ക്. കേട്ടില്ലേ? കണ്ടവര് പോയി ഇരിക്ക്. വട്ടം വളഞ്ഞു കൂടി നിന്ന് ശ്വാസം മുട്ടിക്കല്ലേ എന്ന് പറയായിരുന്നു. ഹലോ, കളക്ടർ വന്നു, അങ്ങോട്ട് ഇരുത്തിക്കോ. സബ് കളക്ടറെ കാണാൻ ഇരിക്കണോ? സബ് കളക്ടറെ കാണാൻ ഇരിക്കണോ? ആളിറങ്ങി വരുന്നുണ്ട്. ആരും വെറുതെ കളക്ഷൻ ഉണ്ടാക്കരുത്. പോലെ തന്നെയാ. എന്തൊരു ചന്തവാ. അയ്യോ, പൊന്നിന്റെ നിറം, തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം. ഏഴഴകെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഭയങ്കര കാര്യ. സ്വാമി സ്വാമി വിവാദം വന്നപ്പോഴാണോ പുള്ളിയെ ശ്രദ്ധിക്കുന്നത്? എല്ലാവർക്കും എന്നെ മതി. പൊന്നു മോനെ മഹാഭാവി, മഹാലക്ഷ്മി ഓട്ടോ പിടിച്ചു വരുമ്പോ വാഹനബന്ധു പ്രഖ്യാപിക്കലടാ. ഒരാള് മരിച്ചു കിടക്കുമ്പോ നിങ്ങളിങ്ങനെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3000 പെൺപിള്ളേരും ഒത്ത നടുക്കെന്റെ പൊന്നുമോനും. ഓ, സമാധി വിവാദം വന്നപ്പോഴാണ് ഞങ്ങൾ എല്ലാരും അറിഞ്ഞത്. നേരിട്ട് കാണുന്ന ഇപ്പോഴാണോ? അതെ, ആദ്യമായിട്ടാ. എന്റെ അമ്മോ, അങ്ങനെ മുതലേ ഒന്ന് കാണാനും പറ്റി. എവിടെ പഠിക്കും? ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റും വെയിറ്റും നീ എനിക്ക് തന്നു, നിറവും സൗന്ദര്യവും തന്നു, എന്നിട്ട് ഇങ്ങനെ ഒരു യോഗം എനിക്ക് തന്നില്ലല്ലോ. 17 പടിഞ്ഞാറൻ കാറ്റിൽ അനുരാഗം കൊണ്ടെന്റെ അതാരായിരിക്കും രാത്രി മുഴുവൻ ആലോചിച്ചു. പിറ്റേ ദിവസം ആ ചേട്ടനെ വീണ്ടും കണ്ടു. ഇവന്മാര് ഇത്ര ചെറുപ്പത്തില് IAS അടിച്ചെടുത്ത് പറഞ്ഞല്ലോ. എനിക്കാണ് കഴിഞ്ഞ കൊല്ല ഈ IAS എന്ന 3 അക്ഷരം ചേർത്ത് കിട്ടിയത്. മിടുക്കൻ അതൊക്കെ ഒരു ഭാഗ്യ. കറക്റ്റ്. ഭയങ്കരമായിട്ട് ആരാധകരാണെന്ന് തോന്നുന്നു. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. നമുക്ക് 18 to 21 കാറ്റഗറിയിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇനിയും കൂടാൻ പറ്റും. എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക, എല്ലാവരും അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ. എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ ഉണ്ടല്ലോ. ആ പ്രതിജ്ഞ എടുത്ത ശേഷം എല്ലാ സ്ത്രീകളെയും എന്റെ സഹോദരികളായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വോട്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് അതാണ് ആരാധകർ. ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലേഷ? എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ, വല്ല വഴിയുണ്ടോടാ? വഴിയുണ്ട്, പെരുവഴി. നമുക്കിപ്പം ഡിസ്കസ് ചെയ്യേണ്ടതും പബ്ലിക് ഡിസ്കോഴ്സിലായിട്ട് വരേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം നിങ്ങൾ എന്തിനാ എപ്പോഴും അങ്ങോട്ട് നോക്കുന്നത്? എനിക്കറിയില്ല. എനിക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണമെന്ന് തോന്നുക. എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് തമാശ. ഇന്ന് പ്രധാനം നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. ഇങ്ങനെ കുറെ ആളുകൾ വരുമ്പോ അവരോട് വോട്ട് ചെയ്യാൻ പറയത്തില്ല. നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ പെണ്ണുങ്ങൾക്കൊരു ധാരണയുണ്ട്. നീയൊക്കെ വിചാരിച്ചാൽ ഏതാണിനെയും വളയ്ക്കാന്നും കറക്കിയെടുക്കാന്നൊക്കെ. ശരി, താങ്ക് യു. സാർ കണ്ണൂരാണോ വീട്? കണ്ണൂരാണ്. ഇതിനു മുമ്പ് എവിടെ ഉണ്ടാവും. നിങ്ങളുടെ തൊലിവെളുപ്പും തുടിപ്പൊക്കെ കണ്ട് നിങ്ങളുടെ പിന്നാലെ വരാൻ ഒരുപാട് കോന്തന്മാരുണ്ടാവും. പക്ഷെ മിസ്റ്റർ കുരുവിളയെയും SP ഒന്നും അതിന് കിട്ടില്ല. ഇതിനകത്ത് കുത്തുന്നില്ല അല്ലേ? ഇന്ന് വോട്ടേഴ്സ് ഡേ ആണ്. ആ സെലിബ്രേഷൻ വന്നാണ്. എല്ലാരും വോട്ട് ചെയ്യണം. നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ. കേട്ട് പഠിക്കടാ. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. മിസ്റ്റർ SP-യെയും മിസ്റ്റർ കുരുവിളയെയും ഞങ്ങൾ ലൈനിടും, വലയിൽ വീഴ്ത്തുകയും ചെയ്യും. മനുഷ്യന്മാരല്ലേ? അയ്യോ, കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ നിങ്ങളെ ഞങ്ങൾ ലൈനിടും. എന്താന്ന്? ശരി, താങ്ക് യു. സാർ കണ്ണൂരാണോ വീട്? കണ്ണൂരാണ്. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ഞാൻ ഇതിനു മുന്നേ പാലക്കാട്. ശരി, ഇതിനകത്ത് കുത്തുന്നില്ല. മിസ്റ്റർ കുരുവിളയെയും ഞങ്ങൾ ലൈനിടും, വലയിൽ വീഴ്ത്തുകയും ചെയ്യും. അതിന് നീയൊന്നും വളർന്നിട്ടില്ലടി കുട്ടി തേവാങ്ക്.